ഗൗരവത്തോടെ ഞാൻ പറയുന്ന ചുരുങ്ങിയ ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഒന്ന്, നേരത്തെ പള്ളിയിലെത്തണം. പള്ളിയിലേക്ക് ജുമുഅക്ക് വന്നാൽ പോരാ, പള്ളിയിലേക്ക് അയാൾ ജുമുഅക്ക് വരുന്ന വ്യക്തി നേരത്തെ എത്തണം. ഇന്ന് ജുമുഅ തുടങ്ങുമ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ 3:30 സഫ് ആളുള്ളൂ നമ്മുടെ പള്ളിയിൽ. ശേഷം വന്നവർ ഇന്ന് പള്ളിയിൽ വൈകി വന്നവരാണ്. മുകളിലിരിക്കുന്ന എല്ലാ സഹോദരങ്ങളും വൈകി വന്നവരാണ്. ഞാൻ ചിത്ത പറയും, കുറ്റപ്പെടുത്തൊന്നുമില്ല, ബോധ്യപ്പെടുത്താണ്. വൈകി വന്നവരാണ്. അടുത്ത ആഴ്ച മുതൽ നിങ്ങൾ താഴേക്ക് ഇറങ്ങണം, താഴെ എത്തണം. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. സ്ഥിരമായി വൈകി വരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ കാരണം പടച്ചറപ്പിന്റെ മുമ്പിൽ അവർ ബോധ്യപ്പെടുത്തേണ്ടതാണ്. അവരുടെ ജുമുഅ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ വചനങ്ങളുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വുളു ഉണ്ടാക്കി നല്ല വസ്ത്രത്തോടുകൂടെ പള്ളിയിൽ നേരത്തെ ഖതീബ് മിമ്പറിൽ കയറുന്നതിന് മുമ്പ് വരുന്നവർ അൽ ജുമുഅതു ഇലൽ ജുമുഅതി കഫാറത്തുൻ ലിമാ ബൈനഹുമാ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ അവൻ അല്ലാഹുവിന്റെ പാപമോചനം ഉണ്ടായിരിക്കും. അത് എപ്പോഴെങ്കിലും വന്ന് ഇരുന്നതുകൊണ്ട് മാത്രം കിട്ടൂല. നേരത്തെ വന്നതിന് ഒരുങ്ങി തയ്യാറായി വരണം. 2, വന്നത് മുതൽ ഖതീബ് മിമ്പറിൽ കയറിയത് മുതൽ അവസാനിക്കുന്നത് വരെ അനാവശ്യമായതോ ആവശ്യമുള്ളതോ ആയ ഒരു സംസാരവും പാടില്ല. ചിലർ കയറി വരുന്നു, എന്തൊക്കെയോ സംസാരിക്കുന്നു, ആക്ഷൻ കാട്ടുന്നു, അപ്പുറത്ത് പോയിരിക്കണം, ഇപ്പുറത്ത് പോയിരിക്കണം. കല്യാണ വീട്ടിൽ കണ്ട പരിചയം പോലെ പള്ളിയിൽ വന്ന് ഖുത്ബ തുടങ്ങിയതിനു ശേഷം പിന്നെ സംസാരങ്ങളും ഗോഷ്ഠികളും ഉണ്ടാകരുത്. അത്രയും അത്യാവശ്യമായി ഒരാളോട് എന്തെങ്കിലും ഒരു കാര്യം ഇരുന്ന് പറയേണ്ടി വന്നാൽ, ചില പണ്ഡിതന്മാർ പറഞ്ഞത് ആംഗ്യം കൊണ്ട് മാത്രം അത്യാവശ്യമാണെങ്കിൽ സൂചിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ ആംഗ്യം കൊണ്ട് മാത്രം, സംസാരം കൊണ്ട് പറ്റില്ലെന്ന് ഇബ്നു ഉസൈമി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നു. അസ്സലാമു, ഒരാൾ സലാം പറയുന്നു. വതശ്മീതുൽ ആത്സി, ഒരാൾ തുമ്മിയപ്പോൾ മറ്റേയാൾ യർഹമുക്കല്ലാഹ് പറയുന്നു. അസ്നാ ഖുത്ബത്തിൽ ജുമുഅത്തി, ജുമുഅന്റെ ഇടയിലായാൽ ലാ യജൂസു, അത് പറ്റൂല. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു മറ്റേ റഹ്മക്കല്ലാഹ് എന്ന് പറയുന്നു, മറ്റൊരു സലാം പറയുന്നു, ഇയാൾ സലാം മടക്കുന്നു. എന്താ പറ്റാത്തത്? ലിഅന്നഹു കലാമുൻ, അത് സംസാരമാണ്. വൽ കലാമു ഫീ ഖുത്ബത്തിഹി മുഹറമുൻ, അത് ഹറാമായ സംസാരാണ്, പറ്റൂല. പിന്നെ ബാക്കിയുള്ള സംസാരത്തിന്റെ കാര്യം പറയാലല്ലോ. സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് രേഖപ്പെടുത്തുന്നു, ഇമാം ഖുത്ബ തുടങ്ങിയാൽ ലാ യുസല്ലിമു, പിന്നെ നിങ്ങൾ സലാം പോലും പറയണ്ട, കേറി വരിക. വഅലൈഹി അയ്യർക റകഅതാനി ഖഫീഫതാൻ, കേറിയ ഉടനെ തന്നെ 2 റകഅത്ത് നമസ്കരിക്കുക. വലാ യുസാഫിഹു ബിജാനിബിഹി, അടുത്തിരിക്കുന്ന ആൾക്ക് ഇങ്ങനെ കൈ കൊടുക്കാൻ നിൽക്കണ്ട. ചിലർ വലത്തോട്ടും ഇടത്തോട്ടും കിട്ടുന്നവർക്കൊക്കെ കൊടുക്കുക. വലാ യുസാഫിഹു ബിജാനിബിഹി, കൈ കൊടുക്കുന്നത് സുന്നത്തിൽ ആണേ, പക്ഷെ അത് ഖുത്ബന്റെ ഇടയിൽ വേണ്ട. ബിജാനിബിഹി. 3-ാമത്തെ കാര്യം, വനഹാ അനിൽ ഹബ്വതി യൗമുൽ ജുമുഅതി, വെള്ളിയാഴ്ച ദിവസം വന്ന് ഇരിക്കണം. എങ്ങനെ ഇരിക്കരുത്? വല്ലിമാമു യഖ്തുബു, ഇമാം ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കാലുകൾ രണ്ടും ഹബ്വത്താക്കിയിട്ട് കെട്ടിപ്പിടിച്ചുള്ള ഇരുത്തം ഉണ്ടാകാൻ പാടില്ല. കാൽമുട്ടുകൾ രണ്ടും അങ്ങനെ പൊക്കിച്ചിട്ട് അങ്ങനെ ഇരിക്കും. ചിലർ ഇടത്ത് ഭാഗത്തേക്ക് കൈ ഊന്നിക്കൊണ്ടിരിക്കുക, അത് പറ്റാത്ത ഇരുത്താണ്. പണ്ഡിതന്മാർ രേഖപ്പെടുത്താണ്, നമ്മുടെ വാക്കുകളല്ലേ. പണ്ഡിതന്മാർ പറയും, എന്തുകൊണ്ട് കാൽമുട്ടുകൾ തുന്നിച്ചേർത്തിരിക്കുന്ന പോലെ നിങ്ങൾ ഹബുവത്തിന്റെ ഇരുത്തം ഇരിക്കാൻ പാടില്ല? ഫീഹി സബബുൻ ലിഔറതിഹാ, ചിലപ്പോൾ ആ ഇരുത്തം അയാളുടെ ഔറത്ത് കാണാൻ വരെ സാധ്യതയുണ്ട്. 2, വന്നോം, ഖുത്ബന്റെ ഇടയിൽ സുഖായിരുന്ന് എസിയിലൊക്കെ ഇങ്ങനെ ഇരുന്ന് ആ പിടുത്തം പിടിച്ച് അങ്ങനെ ഇരുന്ന കഴിയോളം അനങ്ങാതിരുന്ന് ഉറങ്ങാൻ പറ്റും. അതുകൊണ്ട് ഉറക്കത്തിനും സാധ്യതയുള്ളത് കൊണ്ട് ആ ഇരുത്തം സൂക്ഷിക്കണം. 4, ഒരു ജുമുഅ, ആ ജുമുഅന്റെ ഇടയിൽ ഇദാ സ്വല്ലാ അഹദുകുമുൽ ജുമുഅ, ഒരാൾ ജുമുഅ നിസ്കരിച്ചാൽ ഫൽയുസല്ലി ബഅദഹാ 40, അവന്റെ നമസ്കാരം കഴിഞ്ഞാൽ 4 റകഅത്ത് സുന്നത്ത് നമസ്കരിക്കണം. സുന്നത്താണ്. ഒരു 2 റകഅത്ത് സലാം കിട്ടുന്നു, പിന്നെ 2 റകഅത്ത്. ഇവിടെ 2 പോയിട്ട് നിസ്കാരത്തിൽ സലാം കിട്ടാൻ ഒഴിവില്ല, അതിന്റെ മുമ്പ് ഇറങ്ങി ഓടുക. ഫൽയുസല്ലി 40, 4 റകഅത്ത് അവൻ നമസ്കരിക്കട്ടെ. വീട്ടിൽ നിന്നാണോ നമസ്കരിക്കുന്നത്? നല്ലതാണ്, 2 റകഅത്ത് നിസ്കരിച്ചാൽ മതി. പള്ളിയിൽ തന്നെയാണെങ്കിൽ അയാൾ 4 നമസ്കരിക്കട്ടെ, ഹദീസിൽ വന്നു. സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മൾ ഇത്രയും ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന് പറഞ്ഞു ഉലമാക്കന്മാർ പറയാണ്. ഖുത്ബന്റെ ഇടയിൽ ചിലപ്പോൾ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. ഖുത്ബന്റെ ഇടയിൽ ചിലപ്പോൾ ഖതീബ് പ്രാർത്ഥനകൾ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പറയും, ആമീൻ പറയണം. ഇത് പറഞ്ഞു, ഉറക്കയാകണ്ട, ബഹളമാകരുത്, ശല്യമാകരുത്. അത്ര ഉലമാക്കന്മാർ രേഖപ്പെടുത്തി. അത്ര അദബോടെ ചിട്ടയിൽ നടക്കേണ്ടുന്ന ഒരു കർമ്മമാണ് ഇത്.